PV അൻവർ ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ മുന്നണിക്കുള്ളിലും പാർട്ടിയിലും സർക്കാരിലും വിള്ളൽ വീണിരിക്കുന്നു. പ്രഭാരിയെ കണ്ട ഇപിക്കും RSS ജനറൽ സെക്രട്ടറിയെ കണ്ട ADGPക്കും രണ്ടു നീതിയോ എന്നാണ് പാർട്ടിയിലെ ചോദ്യം. കൂടിക്കാഴ്ച വിശദീകരിക്കണം എന്ന് CPI ദേശീയ തലത്തിൽ തന്നെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ദേശീയ വിവാദ വിഷയമാണെന്ന് D രാജ. പാർട്ടിക്ക് അതൃപ്തിയെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും സ്പീക്കർ. മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ചോദ്യം ഇതാണ്: അൻവർ ഉയർത്തിയ ആരോപണങ്ങളെയും പ്രതിപക്ഷമുയർത്തിയ ചോദ്യങ്ങളെയും അണികളുടെ ആശങ്കയെയും മൗനം കൊണ്ട് മറയ്ക്കുന്നു സർക്കാർ. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് BG വിഷ്ണു, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ. ആദ്യം ജ്യോതികുമാർ ചമക്കാലയിലേക്ക്. ജ്യോതികുമാർ ചമക്കാല, ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നത് സ്പീക്കറുടെ ഒരു പ്രസ്താവനയാണ്. സ്പീക്കറുടെ പ്രസ്താവന നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ADGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ അപാകതയൊന്നുമില്ല, PV അൻവറിൻ്റേത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതാണ് സ്പീക്കറിൻ്റെതായി വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ന്യായീകരണം. അതേസമയം CPI ഈ വിഷയം ഒരു ദേശീയ വിവാദമായി തന്നെ കാണുകയും ചെയ്യുന്നു. LDFിനുള്ളിൽ രണ്ടു തട്ടിലായിരിക്കുകയാണോ CPIയും CPMും? ഇനി എത്ര കാലം ഈ മൗനം തുടർന്ന് പോകാൻ കഴിയും? ജ്യോതികുമാർ ചമക്കാല. അരുൺകുമാറെ, ഇവിടെ ഈ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ADGPയുമായി PV അൻവർ തുറന്നുവിട്ട ഭൂതം, അതിന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികൾ. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പരസ്യമായി ഈ ADGP RSSന്റെ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ താങ്കൾ ഷംസീറിനെ കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് P രാജീവ് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് MP രാജേഷ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് KN ബാലഗോപാൽ ഇതിനെക്കുറിച്ച് മറുപടി പറയാത്തത്? ഇവരൊക്കെ അടുത്ത തലമുറയുടെ പ്രതിനിധികളാണല്ലോ. അവരാരും കൃത്യമായ ഒരു മറുപടി, ഈ വിഷയത്തിലൊന്നും കൃത്യമായ നിലപാട് പറയാത്തത് എന്തുകൊണ്ട്? ഇവിടെ പാർട്ടിക്കകത്ത് ഇതിന് ആഭ്യന്തര പ്രശ്നം. മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നത് നിയമവിരുദ്ധമായിട്ടും ചട്ടവിരുദ്ധവുമായിട്ടാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു, LDFന്റെ കൺവീനർ പറയുന്നു, CPI പരിപൂർണമായും പറയുന്നു. PV അൻവർ ഇയാൾ തുടർന്നാൽ തൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹം പോലീസിൻ്റെ തോക്കിൻ ലൈസൻസിന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേറെ പാർട്ടിക്കുള്ളിൽ, പിന്നീട് മുന്നണിയിൽ, പാർട്ടിക്കുള്ളിൽ ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് അതേ ADGP പറഞ്ഞിരിക്കുന്നു, ഞാൻ RSSൻ്റെ നേതാക്കന്മാരെ പോയി കണ്ടു എന്നുള്ള എനിക്കെതിരായിട്ടുള്ള ആരോപണം ശരിയാണ് എന്ന് ആ ADGP പറഞ്ഞിട്ട് എത്ര ദിവസമായി? എന്തേ മുഖ്യമന്ത്രി ഒരു നടപടി എടുക്കുന്നില്ല? അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി മറ്റൊരു പദവിയിലേക്ക് കൊടുക്കുന്നതിന്, ഒരു ഐവാഷ് എന്ന നിലയിൽ ഒരു ചെറിയ ഒരു സ്ഥാനചലനം വരുത്തുന്നതിന് പോലും മുഖ്യമന്ത്രി അമാന്തിക്കുന്നത് എന്തുകൊണ്ട്? പക്ഷേ ഇതാണ് മുഖ്യമന്ത്രിയോടൊപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, മുന്നണിയില്ല. ആ ഐവാഷിന് ഒരുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ CPM. ഇടതുമുന്നണി ഐവാഷ് നടത്താറില്ല. ജ്യോതികുമാർ ചമക്കാല, കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ജ്യോതികുമാർ ചമക്കാല മുഖ്യമന്ത്രി മാറ്റും. എന്നാൽ പക്ഷേ ഇവിടെ നോക്കൂ, സ്വന്തം താല്പര്യാർത്ഥം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ സന്ദർശനം നടത്തുന്നു. DGPയായി പരിഗണിക്കാവുന്ന ലിസ്റ്റിൽ ബാക്കിയുള്ള 3 പേരെ ഈ പറയുന്ന ഡെപ്യൂട്ടേഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചയക്കരുത് എന്നതാവാം ഒരുപക്ഷെ ഈ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ഒരു അഡ്വാൻസ്മെന്റിന് വേണ്ടി RSSന്റെ നേതാവിനെ പോയി കണ്ടുവെന്ന് കണക്കാക്കിയാൽ പോലും അത് ഈ പാർട്ടിയുടെ വിഷയമല്ലെന്നേ ജ്യോതികുമാർ ചമക്കാല. ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ വിഷയമല്ല, അത് സർക്കാരിൻ്റെ വിഷയമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതാര്? ഈ സർക്കാരിനെ നയിക്കുന്നതാര്? ഈ സർക്കാരിനെ നിയന്ത്രിക്കാൻ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തിയതാര്? ഇതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? CPMന്റെ കയ്യിലാണ്. ഇതിനെല്ലാം ഒറ്റ ഉത്തരമാണ് CPM. ആ CPMനെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ബോധ്യമായിരിക്കെ, CPM എന്ന പാർട്ടിക്ക് ബോധ്യമായിരിക്കെ, മുന്നണിക്ക് ബോധ്യമായിരിക്കെ, എന്തുകൊണ്ട് ഒരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് കർശനമായ ഒരു നിർദ്ദേശം കൊടുക്കാൻ CPMന് തയ്യാറാകുന്നില്ല? അഡീഷണൽ ഇന്റലിജൻസ് DGP കൊടുത്തിരിക്കുന്ന ഉത്തരം അത് തന്നെയാണ്, ഇൻഫോർമൽ പേഴ്സണൽ. അത് അദ്ദേഹം പറയുന്നു. അല്ല, ഞങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൂടിക്കാഴ്ച.
മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച. ഞാനും ചോദിക്കട്ടെ, ഇത്രയും ദിവസമായിട്ടും എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ അദ്ദേഹം. എന്നിട്ടും ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ചോദിച്ചോ? നിങ്ങൾ സ്വകാര്യ ആവശ്യത്തിനാണോ പോയത്, നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ പോയത്? അല്ല, ഇവിടെ മുഖ്യമന്ത്രിയും ADGPയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകച്ചവടം. ആ കൂട്ടുകച്ചവടത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ണൂരിൽ നിന്നുള്ള വ്യവസായിയുണ്ട്, പിന്നെ ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരാളുണ്ട്. ഇവരൊക്കെ പോയതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രചരിക്കുന്ന കഥകൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ എന്താ സംഭവിച്ചത്? 1 മണിക്കൂർ ഒരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ തന്റെ സുഹൃത്തായ ജയകുമാർ മുത്ത് അജിത് കുമാർ പോകുന്നു. ദത്താത്രേയ ഹൊസബളെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഒന്ന് കണ്ടേക്കാമെന്ന് പറയുന്നു. പോയി കാണുന്നു. കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. എന്താണ് ഇവിടുത്തെ സ്ഥിതി, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നു. വ്യക്തിപരമായും സംഘടനയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവാം പേഴ്സണലായി. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും BJPക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും RSSന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെ ആരോപണമില്ലെങ്കിൽ പുള്ളി എന്തിനാണ് പോയത്? അവിടെ പോയെന്ന് മാത്രമല്ല 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോവളത്ത് വെച്ച് റാം മാധവിനെ കണ്ടതെന്തിന്? അതിനെ സംബന്ധിച്ച് ആയിക്കോട്ടെ റാം മാധവിനെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി എൻ്റെ ചോദ്യം, ഇതിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നത് അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ കെട്ടുകഥകൾ, എനിക്കും താങ്കൾക്കും കെട്ടുകഥകളോ കേട്ടുകേഴ്വികളോ ആയിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGPയെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, അദ്ദേഹം RSSന്റെ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉറപ്പായും ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനുമല്ല. അങ്ങനെ റിപ്പോർട്ട് ഞാൻ തീർത്തോട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് പാർട്ടി ഫോറത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ ജോലി അത് പാർട്ടിയുടെ ഉള്ളിൽ വിശദീകരിച്ചു. പാർട്ടിക്ക് ആ വിഷയത്തിലുള്ള തൃപ്തിയോ അതൃപ്തിയോ പാർട്ടി അറിയിക്കും. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. എന്റെ ചോദ്യം ഇതാണ്, അതിലെന്ത് തെറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഉദാഹരണത്തിന് പറയാം. 2006 പ്രതിപക്ഷ നേതാവ് ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്? എന്ത് ലക്ഷ്യമായിരുന്നു അതിന് പിന്നിൽ? ഗുരുജി ആ പരിപാടിയിൽ പോയതുമായി ബന്ധപ്പെട്ട് തലയിൽ മുണ്ടിട്ടല്ലോ പോയത്, ആരോടും പറയാനല്ലോ പോയത്. ഇവിടെ നോക്കൂ, അന്നത്തെ ആ സംഭവത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം, ADGP, നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ RSSന്റെ നേതാവിനെ കാണാൻ പോയത് ആരുടെ അനുമതിയോടുകൂടിയാണ്? നിരോധിത സംഘടനയല്ലാത്ത RSSലെ നേതാവിനെ പോയി കാണാൻ ഇവിടെ ഒരു പെർമിഷനും ആവശ്യമില്ല. അരുണെ, നിയമപരമായി ഈ രാജ്യത്ത് അദ്ദേഹത്തിന് പോയി കാണുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ ഞാൻ താങ്കളോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇവിടെ UDF സർക്കാരാണ് അധികാരത്തിലുള്ളപ്പോൾ, UDFന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പിന്നെ ADGP, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGPയോ DGPയോ പോയി കണ്ടാൽ LDFനെ സംബന്ധിച്ച് എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിജിലൻസിന്റെ കമ്മീഷണർ എവിടെയാ? BJPയിലാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആനന്ദ ബോസ് എവിടെയാ? BJPയിലാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കളും, ഞാൻ പാർട്ടി നേതാക്കളുടെ അല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്, അവരെല്ലാം BJPയിലേക്ക് പോയി. അവരൊക്കെ എത്ര കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടാവും? അവരാരെങ്കിലും ഇത്തരത്തിൽ പോയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ താങ്കളുടെയോ എന്റെയോ പക്കലുണ്ടോ? അവർ സർവീസിൽ നിന്ന് പോയതിനു ശേഷം അവർ ഇഷ്ടമുള്ള പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവർ പോയത് തന്നെയല്ലേ ജ്യോതികുമാർ ചാമക്കാല ഏറ്റവും വലിയ തെളിവ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അങ്ങ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങ് ആവർത്തിച്ചു പറയുന്നത് പോലെ ക്രമസമാധാനം അങ്ങനെ പോകാൻ വരട്ടെ. താങ്കൾ ഇതിനെ രണ്ടിനെ സമീകരിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ സർവീസിലുള്ള ഈ സംസ്ഥാനത്തെ DGPക്ക് മുകളിലുള്ള സൂപ്പർ DGP ആയിരിക്കുന്ന താങ്കളുടെ ഭാഷയാണ്. അങ്ങനെ സൂപ്പർ DGP ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. അങ്ങനെ കഴിയുകയുമില്ലല്ലോ എന്ന് ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞ. PV അൻവർ പറഞ്ഞിരിക്കല്ലേ, ഞാൻ പറഞ്ഞു പോട്ടെ. PV അൻവർ പറഞ്ഞിരിക്കല്ലേ, സുനിൽകുമാർ പറഞ്ഞിരിക്കല്ലേ, ഇവിടെ പിന്നെ കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും ഈ മൊഹബത്ത് തുടങ്ങിയിരുന്ന് ഇന്ന് സ്പീക്കർ ചോദിച്ചു. PV അൻവറിനോട് എന്നാ നിങ്ങൾക്ക് ഈ മൊഹബത്ത് തുടങ്ങിയത്? സർക്കാരിനെതിരെ രണ്ട് പറഞ്ഞാൽ അത് കോൺഗ്രസുകാർക്ക് പ്രിയപ്പെട്ട നേതാവും. ഷംസീറിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് ആദ്യം MV ഗോവിന്ദൻ ഒന്ന് പറയട്ടെ.
ഷംസീർ ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എം വി ഗോവിന്ദനെയാണ്. ശരി, ഷംസീർ ഞാൻ ഇതൊക്കെ അതിലേക്ക് വരാം. മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ല, ടി പി നമ്മൾ രാമകൃഷ്ണനെയാണ്. ഏറെ നേരമായി ഷംസീർ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എ രാജയാണ്. വ്യക്തമാക്കി ഞങ്ങളെയല്ല. അങ്ങയുടെ പോയിന്റ് വ്യക്തമാക്കി.